അതിനെ എങ്ങനെയാണ് ഇപ്പം മോദി പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാവുന്നതാണ് പോസ്റ്റിലുണ്ടായത്. അതല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും വന്ന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ പൗരനാണെങ്കിൽ നമുക്ക് ആ വികാരം ഉണ്ടാകും. അതിനകത്ത് ഒരു വിധത്തിലുള്ള സെൻറ്റിമെൻറ്റ്സും എനിക്കും അതൊരു പട്ടാളക്കാരനായി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യത്വമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിരപരാധികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ പട്ടാളക്കാരെ യുദ്ധം ചെയ്തതായിട്ട് മരിച്ചു. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവമാണ്. എൻജോയ് ചെയ്യാൻ വേണ്ടി ചിരിച്ച് കളിക്കാൻ വേണ്ടി പോയിട്ട് കണ്ണീരോട് തിരിച്ചു ഒന്ന് ഓർക്കുന്നു. ആ സമയത്ത് നമ്മളുടെ വികാരം എന്ന് പറഞ്ഞാൽ പ്രതികാരം മാത്രമാണ്, അല്ലാതെ ഒരു വികാരമില്ല. എൻ്റെ വികാരം അത് തന്നെയായിരിക്കും, ഞങ്ങളെല്ലാവരുടെയും വികാരം അത് തന്നെയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ നാട് ഒറ്റക്കെട്ടായിരുന്നത് നമുക്ക് തോന്നും. ഒറ്റക്കെട്ടായി നിൽക്കുക, ദാറ്റ്സ് ഓൾ പറയുന്നത്. തിരിച്ചടി ഉണ്ടാവില്ല സാർ? ഉണ്ടാവണം, ഉണ്ടാവില്ല എന്നുള്ളത് ഉണ്ടാവണം. സാറിൻ്റെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്, വർഗീയ ക്രമീകരണത്തിലേക്ക് മുതലെടുക്കാൻ നോക്കിയാണ്. അത് ആ വാക്കല്ലേ. എന്തിനാണ് അവിടെ നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊക്കെ ചോദിച്ചോളൂ. ഞാനവിടെ ഭീകരവാദ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരിക്കലും ദൂരം ചോദിക്കുക, പണ്ട് ചോദിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്മീർ പണ്ഡിറ്റുകളെ അവിടുത്തെ മുസ്ലിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് അവരെ പിടിച്ചു കൊല്ലാൻ വേണ്ടി ആളുകൾ ചോദിക്കുക. പക്ഷെ അതിന് ആ കാലം കഴിഞ്ഞു. ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായാലും ശരി, ഇത് ഫുൾ ഇന്ത്യയിൽ ഇത് അലയടിക്കണം. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ തല്ലുകൂടും. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരുടെ തീരുമാനമായിരുന്നു. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതൊരു അക്രമം പുറത്തുനിന്ന് വരുമ്പോഴും നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി, തമ്മിലടിപ്പിച്ചാൽ അവരുടെ പണി പകുതിയാണ്. പിന്നീട് അവർക്ക് ഇതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ പഠിക്കൂ. അതാണ് വേണ്ടത്. അല്ല ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണെന്നുള്ള മാറ്റിക്കൊണ്ട് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ. താങ്ക് യു സാർ. അവിടെയാണ് ഹൈ